കാര്യമുണ്ട്. നേഴ്സിങ്ങിന് പോയാൽ ഞാൻ നേഴ്സായിരുന്നു, ഞാൻ ജനറൽ നേഴ്സായിരുന്നു, 3.5 വർഷം ഉള്ള നേഴ്സിംഗ് അത് പഠിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ BSc എടുത്തു, പിന്നെ ഞാൻ MSc എടുത്തു. നേഴ്സിംഗിൽ നമുക്ക് ഒത്തിരി പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നേഴ്സ് മാനേജർ ആകാം, എഡ്യൂക്കേറ്റർ ആകാം, പഠിപ്പിക്കുന്നവരാകാം. റിസർച്ച് ഉണ്ട് നേഴ്സിംഗിൽ, നേഴ്സ് ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, പിന്നെ നമ്മൾക്ക് നേഴ്സ് അനസ്തറ്റിസ്റ്റ് ഉണ്ട്, അതായത് പേഷ്യൻസിനെയൊക്കെ ബോധം കെടുത്തുന്ന അതുണ്ട്. പിന്നെ ഞാൻ നേഴ്സ് പ്രാക്ടീഷണറാണ്, അതായത് എനിക്ക് പേഷ്യൻസിനെ കാണാം, മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം, അങ്ങനെയുണ്ട്. അപ്പം നേഴ്സിംഗ് എന്ന് പറയുന്ന നമ്മൾ ബേസിക് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അതിനൊത്തിരി ലെവൽ നമുക്ക് അഡ്വാൻസ്ഡ് ആകാൻ പറ്റും. ഒരു നേഴ്സ് ആകണമെന്ന് പറയുന്നത് മോശം കാര്യമല്ല, പക്ഷെ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മരുന്ന് കൊടുക്കുന്ന ജോലി മാത്രമല്ല, ഒരു രോഗിയുടെ തല മുതൽ ഹെഡ് ടു ടോ കെയർ നമ്മൾ കൊടുക്കണം. അതാണ് നേഴ്സിംഗ്. ഒരാൾ വൊമിറ്റ് ചെയ്യുന്നത് കണ്ട് ഓക്കാനിക്കുന്ന ഒരാൾക്ക് നേഴ്സ് ആകാൻ പറ്റത്തില്ല. ഒരാൾ ബ്ലഡ് കണ്ട് ബോധം കെട്ട് വീഴുന്ന ഒരാൾക്ക് നേഴ്സ് ആകാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഇതൊക്കെയാണ്. പക്ഷെ നമുക്കൊരു നേഴ്സ് ആകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ നേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന്. എഞ്ചിനീയർ ആണെങ്കിൽ മനസ്സിലാക്കണം ആ എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത്. ഡോക്ടർ ആണെങ്കിൽ മനസ്സിലാക്കണം ഡോക്ടർ എന്താണ് ചെയ്യുന്നത്. എടുത്തു ചാടി ഒന്നിനും പോകരുത്. കാരണം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരാൾ പലരും ഉണ്ട് ഡോക്ടർ ആകാനാന്ന് പറഞ്ഞ് പോകും, എന്നിട്ട് അവർക്ക് പാടാകുമ്പോൾ അവർ നേഴ്സിംഗിലോട്ട് പോകും, അല്ലെ വേറെ എന്തെങ്കിലും കോഴ്സിലോട്ട് പോകും. പക്ഷെ ഇവിടെ നമുക്ക് ഇച്ചിരി പ്രയാസം അല്ലെ. നമ്മളൊരു ഡോക്ടർ ആകാൻ കുടുംബത്തിൽ നിന്ന് എല്ലാവരും വിട്ടു കഴിഞ്ഞാൽ അവര് പ്രതീക്ഷിക്കും നമ്മളൊരു ഡോക്ടറായിട്ട് തിരിച്ചു വരണമെന്ന് അല്ലെ. അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ ഓർക്കും, വീട്ടുകാർ എന്തോരം പൈസ മുടക്കിയാ വിട്ടത്, ഇനി അഥവാ തിരിച്ചു വന്നാൽ നാട്ടുകാരെന്ത് പറയും അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചിന്തിച്ചു പോണം. പക്ഷെ അഥവാ പോയിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നാട്ടുകാര് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ അപ്പൊ നിങ്ങൾ പറയണേ എന്റെ തീരുമാനം ഇതാണ്, ഇത് എനിക്ക് പ്രയാസമാണ്, ഞാൻ ഇന്നതിന് പോകുന്നു. അതായത് ഇതെനിക്ക് കംപ്ലീറ്റ് എല്ലാം ഉഴപ്പി ജീവിതം നശിപ്പിക്കല്. അപ്പൊ ഇതെനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിനു പോകുന്നു, അങ്ങനെ ഒരു ഇതിൽ വരാൻ നോക്കണം.